ബൃഹദ്വശ മഹർഷി നളചരിതം കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. നളചരിതം കഥ കേട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിരന് ആ കഥ വലിയ ഉത്തേജനവും ആശ്വാസവുമായി തോന്നി. ബൃഹദ്വശൻ തുടർന്നു പറയുകയാണ്: അല്ലയോ യുധിഷ്ഠിര, ചൂതുകളി മൂലം രാജ്യം നഷ്ടപ്പെട്ട നളൻ അനുഭവിച്ച ക്ലേശങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങയുടെ ക്ലേശങ്ങൾ എത്ര നിസാരമാണ്. നളന്റെ ജീവിത ദുരിതങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. കാട്ടിൽ അദ്ദേഹം തനിയെ അലഞ്ഞു നടന്നു, എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചു. പക്ഷേ അങ്ങിപ്പോഴും ദ്രൗപദിയോടും അനുജന്മാരോടുമൊപ്പം താമസിക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, അവർ അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് നളനെപ്പോലെ രാജ്യം വീണ്ടെടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന കാലം അങ്ങേക്ക് അടുത്തു തന്നെ വരുന്നതാണ്. ഈ നളചരിതം കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവരെ ഒരിക്കലും കലി ബാധിക്കുകയില്ല. അങ്ങേക്ക് ഇനി വീണ്ടും ചൂത് കളിക്കേണ്ടി വരുമോ എന്ന സംശയമുണ്ടെങ്കിൽ അതിൽ വിജയം നേടുവാനായി അക്ഷഹൃദയ വിദ്യയും ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള വിഷമങ്ങൾ സംഭവിക്കാതെ ജീവിക്കുകയും ചെയ്യാം. ബൃഹദ്വശ മഹർഷിയുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരന്റെ മനസ്സിന് സന്തോഷവും സമാധാനവും തോന്നി. അങ്ങനെ ഭക്തിപൂർവം തന്നെ മഹർഷിയിൽ നിന്ന് അക്ഷഹൃദയ വിദ്യയും അശ്വഹൃദയ മന്ത്രവും സ്വീകരിച്ചു. ബൃഹദ്വശ മഹർഷി പിന്നീട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. ബൃഹദ്വശൻ പോയതിനു ശേഷം യുധിഷ്ഠിരന്റെ ദുഃഖത്തിന് അല്പം ശമനം ഉണ്ടായെങ്കിലും പാണ്ഡവരും ദ്രൗപദിയും അർജുനന്റെ വിരഹത്തിൽ ദുഃഖിതരായി തന്നെ കഴിയുകയാണ്. പല യാത്രികരും അവരെ കാണുമ്പോൾ അർജുനന്റെ ഘോര തപസ്സിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ദ്രൗപദിയും ഭീമസേനനും നകുല സഹദേവന്മാരും യുധിഷ്ഠിരനെ സമീപിച്ച് അർജുനനെ കാണാത്തതിലുള്ള തങ്ങളുടെ മനോദുഃഖം അറിയിച്ചു. അവരെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയാതെ യുധിഷ്ഠിരൻ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത്. യുധിഷ്ഠിരനും സഹോദരങ്ങളും നാരദ മഹർഷിയെ യഥാവിധി സൽക്കരിച്ചിരുത്തി. മഹർഷിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു: മഹർഷി, ഞങ്ങൾക്ക് യാതൊരു മനസമാധാനവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നു. തീർത്ഥാടനത്തിന് പോകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് ദയവായി ഞങ്ങളോട് പറഞ്ഞു തന്നാലും. ഇത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു: അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. പണ്ടൊരിക്കൽ ഭീഷ്മർ ഭഗീരഥി തീരത്ത് പിതൃവ്രതം സ്വീകരിച്ച് തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുലസ്ത്യമുനി അവിടെ എത്തിച്ചേരുകയുണ്ടായി. പുലസ്ത്യമുനി തീർത്ഥാടനത്തിന്റെ ഗുണങ്ങളെപ്പറ്റി ഭീഷ്മരോട് പറയുകയുണ്ടായി. തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നവൻ ഇന്ദ്രിയ സംയമനം ശീലിച്ചവനും ശുദ്ധചിത്തനും വിനീതനുമായിരിക്കണം. അഹങ്കാരത്തോടുകൂടി തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നവന്റെ ശ്രമം നിഷ്ഫലമായി തീരും. വ്രതാനുഷ്ഠാനങ്ങളിലും സത്യധർമാദികളിലും അവൻ ശ്രദ്ധയുള്ളവനായിരിക്കണം. എന്നാൽ മാത്രമേ തീർത്ഥയാത്ര കൊണ്ടുള്ള ഫലം സിദ്ധിക്കുകയുള്ളൂ. ഭൂലോകത്തിൽ ഏറ്റവും പ്രധാനമായ തീർത്ഥമാണ് പുഷ്കര തീർത്ഥം. ദേവന്മാരൊക്കെ നിരന്തരം അവിടെ എത്താറുണ്ട്. അവിടെ പിതൃതർപ്പണം ചെയ്താൽ പിതൃക്കൾക്കൊക്കെ മുക്തി ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് നർമ്മദാ നദിയിൽ സ്നാനം ചെയ്ത് വസിഷ്ഠാശ്രമത്തിൽ എത്തിച്ചേരാം. അവിടെ ഒരു രാത്രി താമസിച്ച് പിംഗതീർത്ഥം, പ്രഭാസതീർത്ഥം, വരദാന തീർത്ഥം, പിണ്ഡാരക തീർത്ഥം, ദമിതീർത്ഥം, വിമലം മുതലായ അനേകം തീർത്ഥങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പുലസ്ത്യ മഹർഷി ഭീഷ്മർക്ക് ഉപദേശിച്ചതെല്ലാം നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അർജുനൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാമ്യകവനം വളരെ ശൂന്യമെന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ ദ്രൗപദിക്കോ ഞങ്ങൾക്കോ ആർക്കും തന്നെ ശാന്തിയോ സമാധാനമോ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ധൗമ്യൻ പറഞ്ഞു: എന്താണ് യുധിഷ്ഠിര ഞാൻ ചെയ്യേണ്ടത്? എന്താണ് അങ്ങ് പറഞ്ഞാലും. ഫലമൂലങ്ങളും ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളും ലഭിക്കുന്ന മറ്റൊരു വനം അങ്ങ് ഞങ്ങൾക്ക് ദയവായി കാട്ടിത്തരുക. അവിടെ പാർത്ഥൻ മടങ്ങി വരുന്നതും കാത്ത് ഞങ്ങൾ താമസിച്ചു കൊള്ളാം. അർജുനനില്ലാതെ ഇവിടെ താമസിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ധൗമ്യൻ പറഞ്ഞു തുടങ്ങി: അല്ലയോ പാണ്ഡവ, എല്ലാ പുണ്യതീർത്ഥങ്ങളെപ്പറ്റിയും ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം. അവയെപ്പറ്റി കേട്ടാൽ തന്നെ മനസ്സിന് ഉന്മേഷമുണ്ടാകുന്നതാണ്. പിന്നീട് അവിടെ തീർത്ഥദർശനം നടത്തിയാലുള്ള അനുഭവം പറയുവാനുണ്ടോ? അതുകൊണ്ട് അങ്ങ് സഹോദരങ്ങളോടൊപ്പം അവിടെയെല്ലാം സഞ്ചരിച്ച് മനോവിഷമങ്ങളെ നശിപ്പിക്കുക. പിന്നീട് ധൗമ്യൻ തീർത്ഥങ്ങളെപ്പറ്റിയൊക്കെ വിശദമായി യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു.